നന്ദിനി എങ്ങനെയുണ്ട്? എല്ലാത്തിലും കൂടുന്നുണ്ടോ? അവൾ ഇതൊക്കെ ജീവിതത്തിൽ ആദ്യമായിട്ട് കാണുന്നതല്ലേ? ഞങ്ങളുടെ ഒരു അനിയത്തിയെ പോലെ കൂടെ കൊണ്ട് നടക്കുന്നത്. പരമാവധി ഞങ്ങൾ സന്തോഷിപ്പിക്കാനും ശ്രമിക്കുന്നുണ്ട്. ഓക്കെയാണ്. അവര് തമ്മില് എടാ എന്റെ പൊന്ന് സാറേ, എനിക്ക് തോന്നിയ സംശയങ്ങള് നമ്മൾ തമ്മിൽ പറയാവോന്നറിയില്ല. പക്ഷെ അത് ശരിയാണെങ്കിൽ അധികം വൈകാതെ തന്നെ സാറൊരു മുത്തശ്ശനാവും. എടാ നീ ചുമ്മാ ഓരോന്ന്. അങ്ങനെ പ്രതീക്ഷിച്ചോ സാറേ? പ്രതീക്ഷകളല്ലേ മനുഷ്യനെ ജീവിപ്പിക്കുന്നത്. അങ്ങനെയല്ലേ മഹാന്മാരും പറഞ്ഞിരിക്കുന്നത്. അവര് റിസോർട്ടിലേക്കാണ് പോയിരിക്കുന്നതെന്ന് ഞാനിവിടെ ആരോടും പറഞ്ഞിട്ടില്ല. നന്ദിനിയുടെ നാട്ടിലൊരു അമ്പലത്തിൽ വഴിപാടിന് പോയിരിക്കുന്നെന്നാ ഞാനിവിടെ പറഞ്ഞത്. തൽക്കാലം ഇവിടെയുള്ളവർ അങ്ങനെ അറിഞ്ഞാ മതി. അല്ല, സാർ ഇങ്ങോട്ട് വരുന്നുണ്ടോ? ഞാനെന്തിനാ അങ്ങോട്ട് വരുന്നത്? അയ്യോ സാറേ, ഇവിടെ പ്രായം നോക്കേണ്ട കാര്യമൊന്നുമില്ല. തുള്ളിച്ചാടുന്ന ഒരു മനസ്സുണ്ടായാൽ മാത്രം മതി. ഇപ്പൊ തൽക്കാലം അങ്ങനെ തുള്ളിച്ചാടുന്ന ഒരു മനസ്സ് എനിക്കില്ല. നിങ്ങൾ അവിടെ ആഘോഷിച്ചാൽ മാത്രം മതി. ഓക്കെ സാർ. അവരെ ഒരുമിപ്പിക്കാൻ പുതിയ എന്തെങ്കിലും ഐഡിയ ഉണ്ടെങ്കിൽ നീ അത് പറ. അത് വേണേ ചെയ്യാം. ഞാനൊന്ന് ആലോചിക്കട്ടെ. അതിനാദ്യം അവര് തമ്മിൽ യോജിച്ചോ ഇല്ലയോ എന്ന് കണ്ടുപിടിക്കണം. അത് ഞാൻ നോക്കട്ടെ. ശരി സാർ. ശരി. അവരൊക്കെ എവിടെ? ആരതി ഒന്ന് ഫ്രഷ് ആവണമെന്ന് പറഞ്ഞു. ഓ, നടക്കട്ടെ. അതെ, സാർ ഇന്നലെ ഒരുപാട് കുടിച്ചോ? ആ, ഒരുപാടെന്ന് പറഞ്ഞോ? ഈ ഓർമ്മയൊക്കെ പോകും പോലെ. ആ അതെ. എന്നിട്ട് എന്ത് ചെയ്തു? ഞാൻ വന്ന് കിടന്നു.